ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ലഭിച്ച കണക്കുകൾ പ്രകാരം 79.63% പോളിംഗ് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് LPG വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ നിയന്ത്രിക്കാൻ കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. കണ്ണൂരിൽ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. നാളെയും മറ്റന്നാളും 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 4 ദിവസത്തെ ഗുജറാത്ത് മഹാരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഗുജറാത്തിൽ രാജ്കോട്ട് എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. നാളെ ഡോക്ടർ BR അംബേദ്കറുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഗാന്ധിനഗറിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി പങ്കുചേരും. ബുധനാഴ്ച നാഗ്പൂർ എയിംസിന്റെ 2ാം ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഇന്ത്യൻ റവന്യൂ സർവീസ് 78ാം ബാച്ച് ഓഫീസർ ട്രെയിനികളുടെ പരിശീലന സമാപന ചടങ്ങിലും പങ്കെടുക്കും. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ലഭിച്ച കണക്കുകൾ പ്രകാരം പോളിംഗ് 79.63% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇതുവരെ ലഭിച്ച തപാൽ വോട്ട് കൂടി ചേർത്തുള്ള കണക്കാണിതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സർവീസ് വോട്ട് വോട്ടെണ്ണൽ സമയത്തെ അറിയാൻ സാധിക്കുന്നുവെന്നും അതുകൂടി ചേർക്കുമ്പോൾ അന്തിമ കണക്കിൽ മാറ്റമുണ്ടാകുമെന്നും ശ്രീ കേൽക്കർ വ്യക്തമാക്കി. EVM-ൽ നമ്മൾ അന്ന് പബ്ലിഷ് ചെയ്ത ഡേറ്റ 78.27% ആയിരുന്നു. പിന്നെ പോസ്റ്റൽ വോട്ട്സ് ഇതുവരെ ആയിട്ടുള്ളത് 3,68,193, ഏകദേശം 1.36%. സോ 78.27 പ്ലസ് 1.36 ഏകദേശം 79.63% ആണ് നമുക്ക് പ്രൊവിഷണൽ ആയിട്ട് കേരളത്തിലെ വോട്ടിംഗ് നടന്നിട്ടുള്ളത്. ഇനി സർവീസ് വോട്ടേഴ്സ് വരുന്ന മുറയ്ക്ക് നമ്മൾ ഇതിന് കൂട്ടിച്ചേർക്കാം. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. ഈ മാസം 29-നാണ് വോട്ടെടുപ്പ്. സംസ്ഥാനത്ത് ഈ മാസം 23-ന് നടക്കുന്ന ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണവും ഊർജിതമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ അമിത്ഷാ, തൃണമൂൽ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി തുടങ്ങിയവർ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മാസം 23-ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി നമോ ആപ്പ് വഴി മേരാ ബൂത്ത് സബ്സെ മജ്ബൂത്ത് സംവാദിന് കീഴിൽ പാർട്ടി പ്രവർത്തകരുമായി സംവദിച്ചു. DMK മുതിർന്ന നേതാവും മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിൻ പ്രചാരണ പരിപാടികളിൽ സംബന്ധിച്ചു. അടുത്ത മാസം 4-നാണ് എല്ലായിടത്തും വോട്ടെണ്ണൽ. പശ്ചിമബംഗാളിൽ SIR പ്രക്രിയയ്ക്കിടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്തതിനെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ഇത്തരം പരാതികൾ കേൾക്കാൻ രൂപീകരിച്ചിട്ടുള്ള അപ്പീൽ ട്രൈബ്യൂണലുകളെ സമീപിക്കാൻ ഹർജിക്കാരോട് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതിനാൽ ഈ ഘട്ടത്തിലുള്ള ജുഡീഷ്യൽ ഇടപെടൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ തടസ്സപ്പെടുത്തുമെന്ന് കോടതി നിരീക്ഷിച്ചു. അതേസമയം കൽക്കട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച 19 ട്രൈബ്യൂണലുകൾ അപ്പീലുകളിൽ വാദം കേൾക്കാൻ തുടങ്ങി. ഡ്യൂപ്ലിക്കേറ്റ് വോട്ടിംഗും വ്യാജ വോട്ടിംഗും തടയുന്നതിനായി പോളിംഗ് സ്റ്റേഷനുകളിൽ വിരലടയാളവും ബയോമെട്രിക് തിരിച്ചറിയലും ഏർപ്പെടുത്തണമെന്ന ഹർജിയിൽ കേന്ദ്രത്തിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയുടെ നോട്ടീസ്. നിലവിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിർദ്ദേശം നടപ്പിലാക്കാൻ കഴിയില്ലെങ്കിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള ഭാവി തെരഞ്ഞെടുപ്പുകളിൽ അതിന്റെ സാധ്യത പരിശോധിക്കേണ്ടതുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. രാജ്യത്തെ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPGയുടെ 100% വിതരണം സർക്കാർ ഉറപ്പാക്കുന്നുണ്ടെന്നും LPG വിതരണത്തിൽ ഇതുവരെ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ശ്രീമതി സുജാത ശർമ്മ വ്യക്തമാക്കി. വിഷു ആഘോഷത്തിന് മുന്നോടിയായി കണ്ണൂർ ജില്ലയിൽ തിരക്കേറി. ഗതാഗത കുരുക്കും രൂക്ഷം. കണ്ണൂരിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകൾ അടങ്ങിയപ്പോൾ നാടും നഗരവും വിഷു ആഘോഷത്തിൽ അലിയുകയാണ്. നിറഞ്ഞു പൂത്തുനിൽക്കുന്ന കൊന്നമരവും വിളഞ്ഞു നിൽക്കുന്ന പച്ചക്കറിപ്പാടങ്ങളും കാർഷിക സമൃദ്ധിയുടെ ഗതകാലത്തെ മലയാളിയുടെ മനസ്സിലേക്ക് വീണ്ടും കോറിയിടുകയാണ്. കൂട്ടായ്മയുടെ ഉത്സവം കൂടിയാണ് വിഷു.
പുത്തനുടുപ്പുകൾ വാങ്ങുന്നതിനും ബന്ധുജനങ്ങൾക്ക് കൂടിച്ചേരുന്നതിനും വിഷു വഴിയൊരുക്കുന്നു. വിഷുവിന്റെ വരവറിയിച്ച് കണ്ണൂർ നഗരത്തിൽ വഴിയോര കച്ചവടവും തുടങ്ങിക്കഴിഞ്ഞു. വസ്ത്രവ്യാപാരത്തിനു പുറമെ മൺപാത്രങ്ങളുടെ വലിയ ശേഖരവും ഇവിടെ വിൽപ്പനയ്ക്കായുണ്ട്. പടക്ക വിപണിയിലും തിരക്ക് തുടങ്ങിക്കഴിഞ്ഞു. വാഹനങ്ങൾ കൂട്ടത്തോടെ എത്തിത്തുടങ്ങിയതോടെ നഗരത്തിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി രാജ്യസഭ ലോക്സഭാ കക്ഷി നേതാക്കൾക്ക് വനിതാ സംവരണ ബിൽ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കത്തയച്ചു. ജനാധിപത്യ ഘടനയിൽ സ്ത്രീകൾക്ക് സംവരണം നൽകുന്നത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്ന് ന്യൂഡൽഹിയിൽ നടന്ന നാരീശക്തി വന്ദൻ അധിനിയം പരിപാടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. അംബേദ്കർ ജയന്തി ദിനമായ നാളെ ലോക്ഭവനിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയെ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഭിസംബോധന ചെയ്യും. ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അധ്യക്ഷനാകും. നാളെ രാവിലെ നിയമസഭാ സമുച്ചയത്തിലെ അംബേദ്കർ പ്രതിമയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പുഷ്പാർച്ചന നടത്തും. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തി. അധ്യാപകന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടെന്ന് തെളിഞ്ഞുവെന്ന് യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വരും ദിവസങ്ങളിൽ കൂടുതൽ വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തും. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായിരുന്ന ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിന് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചു. റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതാണ് ജാമ്യം ലഭിക്കാൻ കാരണമായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായ അവസാന പ്രതിയും ജയിൽ മോചിതനായി. വയനാട്ടിൽ ഇപ്പോൾ കണ്ണിമാങ്ങ കാലമാണ്. സീസൺ ആയതോടുകൂടി വയനാടൻ കണ്ണിമാങ്ങയ്ക്ക് വൻ ഡിമാൻഡാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. രാജ്യത്തെ പ്രമുഖ അച്ചാർ കമ്പനികളും മാങ്ങയിൽ നിന്നും വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നവരെല്ലാം വയനാട്ടിൽ നിന്നുമാണ് കണ്ണിമാങ്ങ കൊണ്ടുപോകുന്നത്. ഇക്കൊല്ലം ജില്ലയിൽ നിന്നും ടൺ കണക്കിന് കണ്ണിമാങ്ങയാണ് ചുരമിറങ്ങുന്നത്. പുൽപ്പള്ളി, ബത്തേരി, മാനന്തവാടി, നീലഗിരി എന്നിവിടങ്ങളിൽ നിന്നാണ് കണ്ണിമാങ്ങ കയറി പോകുന്നത്. കഴിഞ്ഞ വർഷം കിലോയ്ക്ക് 100 രൂപ വരെ ലഭിച്ചിരുന്നു. എന്നാൽ ഇത്തവണ 70 രൂപയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വിഷുക്കാലമായതോടെ കണ്ണിമാങ്ങയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ്. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത മുന്നറിയിപ്പ് നൽകിയതായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. നാളെയും മറ്റന്നാളും സംസ്ഥാനത്ത് 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പിന്നണി ഗായിക ആശ ഭോസ്ലെയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് മുംബൈ ശിവാജി പാർക്കിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പുഷ്പചക്രം അർപ്പിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് മുംബൈയിലാണ് ആശ ഭോസ്ലെ അന്തരിച്ചത്. 92 വയസ്സായിരുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരങ്ങളിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെയും ഗുജറാത്ത് ടൈറ്റൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെയും പരാജയപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 703 പോയിന്റ് നഷ്ടത്തിൽ 76,848-ലും നിഫ്റ്റി 208 പോയിന്റ് താഴ്ന്ന് 23,843-ലും വ്യാപാരം പൂർത്തിയാക്കി. സ്വർണ്ണവില കുറഞ്ഞു. പവന് 280 രൂപ കുറഞ്ഞ് 1,11,800 രൂപയും ഗ്രാമിന് 13,975 രൂപയുമാണ് ഇന്നത്തെ വില. വിഷു പ്രമാണിച്ച് മറ്റന്നാൾ ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷനിലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത റിസർവേഷൻ സംവിധാനം രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രമേ പ്രവർത്തിക്കൂ എന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ലഭിച്ച കണക്കുകൾ പ്രകാരം 79.63% പോളിംഗ് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് LPG വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ നിയന്ത്രിക്കാൻ കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. കണ്ണൂരിൽ ഡെന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. നാളെയും മറ്റന്നാളും 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് മത്സരം അല്പസമയത്തിനകം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.